പ്രീവിയസ് വർക്കൊക്കെ അവർ എന്നെ വാട്സപ്പിൽ അയച്ചു തരികയും കാണിക്കുകയും സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് ഞാൻ റീൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഉടായ്പൊക്കെ ആയിരിക്കും. എൻ്റെ മനസ്സിൽ തന്നെ ഓരോ ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് അപ്ഡേഷൻസ് അവർ കറക്റ്റായിട്ട് വാട്സപ്പ് വഴി നമുക്ക് തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടേതായ എക്സ്പീരിയൻസ് കൊണ്ടുള്ള അഭിപ്രായങ്ങളും അവർ നമുക്ക് തരുന്നുണ്ടായിരുന്നു. എങ്ങനെ വൃത്തിയായിട്ട് ചെയ്തു തരാം. അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് വന്നിട്ട് അസംബിൾ ജസ്റ്റ് ഫിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പം സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുനീർ. ഇവിടെ വീടിൻ്റെ വർക്ക് തുടങ്ങിയത് തൊട്ട് എനിക്കൊരു TV യൂണിറ്റ്, ഒരു വാഷ് ബേസിൻ യൂണിറ്റ്, ഒരു പാർട്ടീഷൻ വേണമെന്നിങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു എൻ്റെ വീട് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ ടീമുണ്ട്, നല്ല വർക്കാണ്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവർ വീട് വന്ന് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ആദ്യം മെഷർമെൻറ്റ് എല്ലാ മെഷർമെൻറ്റൊക്കെ എടുത്ത് അവർ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ഒരു നമുക്ക് ഇത്ര കോസ്റ്റ് ആവും, അത്യാവശ്യം അഫോർഡബിളായിട്ട് അവർ സത്യമായി നമുക്ക് പറഞ്ഞതും ഇതും പിന്നെ എൻ്റെ ഒരു മനസ്സിനകത്തെന്ന് വെച്ചാൽ അവരുടെ വർക്ക് എങ്ങനെയാണ്, അവർ ചെയ്ത പ്രീവിയസ് വർക്കൊക്കെ അവർ എന്നെ വാട്സപ്പിൽ അയച്ചു തരികയും കാണിക്കുകയും അപ്പോൾ അത് കണ്ടപ്പോൾ അവർ നല്ല വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവർക്കങ്ങനെ എനിക്കൊരു യുണീക്കായിട്ടൊരു TV യൂണിറ്റ് വേണം, ഒരു വാഷ് ബേസിൻ വേണം, അങ്ങനെ എൻ്റെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള കോൺവെർസേഷനാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ TV യൂണിറ്റിന് ഞാനൊരു സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് ഞാൻ റീൽ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ സ്ഥലപരിമിതിക്കകത്ത് എങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരൊരു 3D ഉണ്ടാക്കി, ഒരു 3Dയിൽ അവർ നമുക്ക് ചെയ്തു തന്നു. അതിൽ നിന്ന് അവരും ഞാനുമായിട്ട് നല്ല കോൺവെർസേഷൻ, നല്ലൊരു ഒത്തൊരുമ, ഒരു കോൺവെർസേഷൻ ചെയ്യാനും അവർ നമുക്ക് പറ്റിയ ആളുകളാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ടല്ല, എനിക്ക് അടുത്തൊരാൾ വന്ന് ഇവർ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷനാണ് ഇവർ വർക്കിനെ പറ്റി. എനിക്ക് ഇപ്പോഴും അവരുടെ അടുത്ത് ഞാൻ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഓരോ ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ഷെയർ ചെയ്യുകയും അതിൽ പരമായിട്ട് അവർ 3D എടുത്ത് കാണിക്കുകയും നമുക്കത് ഇഷ്ടപ്പെടുകയും അങ്ങനെ വർക്ക് തുടങ്ങുകയും അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേന് നമുക്ക് ഓരോ ഘട്ട വരുമ്പോൾ നമുക്ക് ഇന്ന അപ്ഡേഷൻസ് അവർ കറക്റ്റായിട്ട് വാട്സപ്പ് വഴി നമുക്ക് തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. നമുക്കത് ഇത്ര ദിവസത്തിനുള്ള വർക്ക് തീരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇതിൻ്റെ ഇത്ര ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇത്ര ലൈറ്റ്സ് കൊടുത്ത ഭംഗിയായിരിക്കും. അവരുടേതായ എക്സ്പീരിയൻസ് കൊണ്ടുള്ള അഭിപ്രായങ്ങളും അവർ നമുക്ക് തരുന്നുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഒരു പേടിയെന്ന് വെച്ചാൽ ഞാനിവിടെ ഫ്ലോർ ചെയ്ത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫ്ലോറാണ് ചെയ്തത്. അപ്പോൾ അത് സ്ക്രാച്ചസ് വീഴാതെയും എങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു സ്ക്രാച്ച് വീഴാതെയൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് ചെയ്തു തരാം. അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവരുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മെറ്റീരിയൽ ഇട്ട് ഇവിടെ ഇട്ട് പണി ചെയ്യുക അങ്ങനെയൊന്നും അല്ല അവർ ചെയ്തത്. അവർ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് വന്നിട്ട് അസംബിൾ ജസ്റ്റ് ഫിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ക്രാച്ചസോ ഒന്നും എനിക്ക് ടൈലിനകത്ത് വന്നിട്ടില്ല, ഫ്ലോറിൽ അങ്ങനെ ഒരു സ്ക്രാച്ചസും വന്നിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതേപോലെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ വാപ്പാക്കും നല്ലൊരു സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടൊരു ഡ്രോയറും ഇങ്ങനെയൊക്കെ വേണമെന്ന് വാപ്പാക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് അതും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ പൊതുവെ പറയുന്നത് വെച്ചാൽ വർക്ക് നൈസാണ്. അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. വർക്കിനകത്ത് നമ്മുടേതായിട്ട് നമ്മൾ നോക്കുമ്പോൾ വർക്കിനകത്ത് ക്വാളിറ്റിയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് നോക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ്. എല്ലാവർക്കും വന്നവർക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാം വെറൈറ്റി ആണ് എന്നുള്ളത്. അവരുടെ വർക്ക് നൈസായിരുന്നു. ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഉടായ്പൊക്കെ ആയിരിക്കും. നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മൊത്തത്തിൽ എൻ്റെ വീട് ഇൻറ്റീരിയേഴ്സിനെ പറ്റി.